ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് ഇന്നലത്തേക്ക് 75 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് പോയി എന്ന് തന്നെ പറയാം. കാരണം പണ്ടത്തെ ആ സീസണിന്റെ ഓളം ഒന്നും ഇപ്പൊ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 50 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക ചെയ്യാം. പക്ഷെ എനിക്ക് ബിഗ് ബോസ് കാണും തോറും ഇപ്പൊ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഈ ഒരു വീക്കില് നമ്മുടെ ഹൗസിനുള്ളിൽ ഇരിക്കുന്ന 10 കണ്ടസ്റ്റൻസ് ആണല്ലോ നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് ആദില നൂറേക്കാളും കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിരുന്നില്ലേ ജിസേല് ഗെയിമിനാണെങ്കിൽ നല്ലൊരു ഗെയിമറാണ്. ടാസ്ക് ഒക്കെ കൊടുത്താൽ നല്ലപോലെ കളിക്കുന്നുണ്ട്, പിന്നെ കോൺട്രവേഴ്സീസും ഉണ്ടാക്കുന്നുണ്ട്. ജിസേൽ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഒന്നും അല്ല. പക്ഷെ എന്നാലും ജിസേല് പോയതിനു ശേഷമാണ് എനിക്ക് ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു വന്നത്. കാരണം നൂറേനേക്കാളും എത്രയോ ബെറ്റർ ആണ് ജിസേൽ അവിടെ നിൽക്കുന്നത്. ടാസ്ക് ഒക്കെ എത്ര കറക്റ്റ് ആയിട്ട് പുള്ളിക്കാരി ചെയ്യുന്നത്. പിന്നെ അതേപോലെ അനുമോളും ജിസേലും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു അടിയുടെ കോംബോ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ജെന്യൂൻ ആയിരുന്നു. അതൊരു നല്ലൊരു കണ്ടന്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജിസേൽ ഇപ്പൊ പുറത്തു പോയേക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷമാണ് എനിക്ക് ഇൻട്രസ്റ്റും ഭയങ്കരമായിട്ട് കുറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും 75 ദിവസത്തെ എപ്പിസോഡിലോട്ട് പോവാം ഗൈസ്. എപ്പിസോഡ് നോക്കുവാണെങ്കിൽ ഇത്തവണ ഉണ്ടായ ജയിൽ നോമിനേഷൻ ഭയങ്കര അൺഫെയർ ആണെന്ന് പറയാം. കാരണം ഇതിപ്പം 5ാമത്തെ തവണയാണ് അനീഷ് ജയിലിലോട്ട് പോകുന്നത്. ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അനീഷിനെക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആര്യനെ തന്നെ എടുക്കുക. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ ആ കോയിൻ അവൻ ചുരണ്ടി നോക്കിയിട്ട് ബാക്കിയുള്ളത് പണിയാണെന്ന് മനസ്സിലായിട്ട് 4 കോയിൻ അവൻ ഒളിപ്പിച്ചു വെക്കുകയല്ലേ ചെയ്തത്. അത് വലിയൊരു കാര്യമായിരുന്നു. കള്ളത്തരം കാണിച്ചത് കൊണ്ട് എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ആകെ 2 പേര് മാത്രമേ ആര്യനെതിരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ നെവിൻ കഴിഞ്ഞ ആഴ്ച ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എന്തൊക്കെ പ്രശ്നം നെവിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചേക്കുക. പിന്നെ അതേപോലെ നമ്മുടെ അനുമോളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 10 കണ്ടസ്റ്റൻസ് മാത്രമേ അവിടെയുള്ളൂ. ആ 10 കണ്ടസ്റ്റൻസിൽ ഒരാൾ അനുമോള്. ആ അനുമോള് കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 പേരുടെ വോട്ടും ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അനുമോൾക്കായിരുന്നു. പട്ടാ ഗേൾസ് ആണ്, ഫ്രണ്ട്സ് ആണ്, മാങ്ങിയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലേയും 100 ചെയ്യുമ്പോഴും നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസും അനുമോളും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഷാനവാസ് പറയുന്നുണ്ട് അതിലേയും 100 ചേർന്നിട്ട് എന്നെ കറിവേപ്പിലിനെ പോലെ എടുത്ത് കളയോ ചെയ്യുന്ന ഉപയോഗം കഴിഞ്ഞ് അവർക്ക് എന്നെ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. അതിൽ 100 സെൽഫിഷ് ആണ്. അപ്പൊ എനിക്ക് കിട്ടിയ പണി ഇനി നിനക്ക് കിട്ടണ്ടെന്നുള്ള രീതിയിൽ വാർണിംഗ് കൊടുത്തത് പോലെയാണ് ഷാനവാസ് അനുമോളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഷാനവാസിന്റെ കാര്യം ഞാൻ പറയട്ടെ, ഷാനവാസ് അവിടെ കളിക്കുന്നത് ശരിക്കും ഒരു കോംബോ കളി. അതായത് ആദ്യം കുറച്ചു നേരം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അനീഷിന്റെ കൂടെ ഒരു കോംബോ പിടിച്ച് നടന്ന്, അത് കഴിഞ്ഞിട്ട് നെവിന്റെ കൂടെ ഒരു കോംബോ വേണമെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ആദില നൂറയുടെ പെങ്ങള് കുട്ടി കോംബോ കൊണ്ട് കുറെ നാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഷാനവാസിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസിനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഷാനവാസ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഷാനവാസിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് ഷാനവാസ്. അതേ ക്യാരക്ടർ തന്നെയാണ് അനുമോളുടെയും ഏകദേശം അതേ ഒരു സെയിം ക്യാരക്ടർ തന്നെയാണ്. പിന്നെ കറിവേപ്പിലിനെ പോലെ എടുത്ത് കളയുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഗെയിം കളിക്കാൻ വന്നതാണ് ആദിലയും നൂറയും. അവിടെ എല്ലാവരും സെൽഫിഷ് ആവുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ ഗെയിം കറക്റ്റ് ആയിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് കപ്പ് കിട്ടുള്ളൂ. ആ കപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വന്നേക്കുന്നത്. അതുപോലെ അനുമോളോട് പറയുന്നുണ്ട് ഇവിടെ സൈലന്റ് ആയിട്ടൊരു ഗ്രൂപ്പ് ഒക്കെ ഫോം ആവുന്നുണ്ടെന്നൊക്കെ. ആദില, ഷാനവാസ്, നൂറ, അനുമോള് ഇവരൊക്കെ കൂട്ടം കൂടി കളിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് സിസം അല്ല. പക്ഷെ ഇതേപോലെ അക്ബറിന്റെ കൂടെ കൂടിയിട്ട് ആരെങ്കിലും 2-3 പേര് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് സിസം. അത് സൈലന്റ് ആയിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഷാനവാസിന് എന്ത് വേണേലും ആകാം, മറ്റുള്ളവർ അങ്ങനെ ആവാൻ പാടില്ല. എല്ലാവരും ഷാനവാസിനെ പൊക്കി പറഞ്ഞ് ഷാനവാസ് ചെയ്യുന്നത് നല്ലതെന്ന് പറയണം. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് സിസം, ചതി. അതേപോലെ മറ്റെന്താ അക്ബറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ശവന്തീനി കഴുകെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കെന്തും ആകാം, ഞാനാണ് ഇവിടുത്തെ ഹീറോ, ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ വില്ലന്മാര് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇപ്പൊ സംസാരിക്കുന്നത്, ഷാനവാസ് ഇപ്പൊ പെരുമാറുന്നത്. കഴിഞ്ഞിട്ടാണ് അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോമിനേഷൻ നടക്കുന്നത്. അതിൽ അക്ബറിന് 3 വോട്ട് കിട്ടുന്നുണ്ട്, ആര്യന് 6 വോട്ട് കിട്ടുന്നുണ്ട്, പിന്നെ നെവിന് 7 വോട്ട്. നെവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്ക് നോക്കിക്കഴിഞ്ഞാൽ നെവിൻ ഈ ഒരു 7 വോട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും വെറുപ്പീരായിരുന്നു നെവിൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നത്. എന്നിട്ട് നെവിന് 7 വോട്ട്, അത് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനീഷും പിന്നെ 9 വോട്ട് കിട്ടിയ അനുമോളും കൂടെ ജയിലിലോട്ട് പോകുന്നത്. ജയിലിൽ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇടക്ക് വാഷ്റൂമിലോട്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും അനീഷ് പുറത്തോട്ട് വരുന്ന സമയത്ത് എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്നതല്ല എന്നെ മനഃപൂർവ്വം ജയിലിലോട്ട് വിടുന്നത്, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട്. ശരിയാണ്, എവിടേക്കോ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് ക്യാപ്റ്റൻ ആകുന്നുള്ള രീതിയിൽ എല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ എനിക്കും അത് ഫീൽ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടാണ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നത്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ, ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഷാനവാസിന് ഒരാളെ ഹെൽപ്പർ ആയിട്ട് കൂട്ടുക. അതിന് വേണ്ടിയിട്ട് അക്ബറിനെയാണ് ഷാനവാസ് സെലക്ട് ചെയ്യുന്നത്. അത് പോരാതെ 6 പേരെ കൺവിൻസ് ചെയ്തിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യണം. അതിനായിട്ട് ഷാനവാസ് ആദിലേനെയാണ് സെലക്ട് ചെയ്യുന്നത്.
ഈ ഷാനവാസ് അക്ബറിനെ സെലക്ട് ചെയ്തതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതായത് കഴിഞ്ഞ തവണ സീക്രട്ട് ടാസ്ക് വന്ന സമയത്ത് അക്ബർ സെലക്ട് ചെയ്തത് ഷാനവാസിനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഷാനവാസ് തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു ഇതിൽ അക്ബറിനെ വിശ്വസിച്ചിട്ട് അക്ബറിനെ സെലക്ട് ചെയ്യുന്നെന്ന് വേണമെങ്കിൽ കാണാം. പക്ഷെ അതേപോലെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി കഴിഞ്ഞ തവണ പാട്ടുണ്ടായിരുന്നു, ഷാനവാസിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഷാനവാസ് ഇത് കൊളാക്കും. അപ്പം ഷാനവാസിന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് കാണിക്കാൻ വേണ്ടി അക്ബർ കാണിച്ചെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സംഭവം തിരിച്ച് അക്ബറിന് കൊടുത്തു കഴിഞ്ഞാൽ അക്ബർ കൊളാക്കി തരുമല്ലോ. അങ്ങനെ അക്ബറിന്റെ സ്വഭാവം പുറത്ത് കാണിക്കാൻ എന്നുള്ള രീതിയിൽ ഷാനവാസ് ചെയ്തതും ആകാം. പക്ഷെ ഷാനവാസ് അവിടെയെല്ലാം പറഞ്ഞു നടന്നത് എന്താന്ന് വെച്ചാൽ അക്ബറിനെ ഞാൻ കൺവിൻസ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന ആര്യനും നബിനും ഒക്കെ എന്റെ കൂടെ പോരും, അതിനു വേണ്ടിയാണ് അക്ബറിനെ സെലക്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കുറുക്കന്റെ സ്വഭാവം ആയതുകൊണ്ട് സത്യം എന്താന്ന് ഷാനവാസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അക്ബറിനെ ഷാനവാസ് കൺവിൻസ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് അറിയാതെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആദിലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇങ്ങോട്ട് പറഞ്ഞെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആൾക്ക് സംസാരം വരുന്നത്. ആ സമയത്ത് പറയുന്നത് ഇതേപോലെ ഞാനാണ് ആദിലിനെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ ആദ്യം ഷാനവാസ് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ആദിലിനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഷാനവാസിന് തോന്നിക്കാണ് ഞാൻ ഈ കളത്രം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് സത്യം എന്താന്നുള്ളത് അക്ബറിന്റെ അടുത്ത് പുറത്ത് പറഞ്ഞതാന്ന് തോന്നുന്നത്. അപ്പൊ ഇതൊരു ഫേക്ക് എവിക്ഷൻ എന്നുള്ള കാര്യം പുറത്ത് പറയരുത് എന്നുള്ള കാര്യവും അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടലി ഷാനവാസിനും ഈ അക്ബറിനും മാത്രമേ അറിയില്ല ഇതൊരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഷാനവാസ് നമ്മുടെ സാബുമേനയും ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അക്ബർ ആണെങ്കിലും നമ്മുടെ നെബിനോടും ആര്യനോട് സംസാരിക്കുന്നത്. അതിൽ ആര്യം പറയുന്നുണ്ട് ഈ മിഡ് വീക്ക് എവിഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് ആദിലേനെ എന്തിനാ പുറത്ത് കളയുന്നത്, ആദില നല്ലൊരു ഗെയിമർ ആണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമർ ആദില, വേണമെങ്കിൽ നമുക്ക് അനുമോളെ എടുത്ത് കളയാന്നുള്ള രീതിയിൽ ആര്യം സംസാരിക്കുന്നുണ്ട്. ഈ ആരും നമ്മുടെ അനുമോളെ പുറത്താക്കിയ പോരെ, ആദിലേനെ എന്തിനാ പുറത്താക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. നെവിനാണെങ്കിൽ പോലും സമ്മതിക്കുന്നുണ്ട്, ശരിയാ നമുക്ക് അനുമോളെ പുറത്താക്കിയ പോരെന്ന്. അപ്പം എല്ലാവരുടെയും മെയിൻ ശത്രുവാണ് അനുമോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു അനുമോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു അവിടെ. അല്ലാതെ എല്ലാരും ഒരുപോലെ അനുമോളെ പുറത്താക്കുന്ന രീതിയിൽ ചിന്തിക്കത്തില്ലല്ലോ. നമ്മുടെ ഷാനവാസ് ലക്ഷ്മിനെയും പിന്നെ അതേപോലെ സാബുമേനെയും കൺവിൻസ് ചെയ്തിട്ട് കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അതില് ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് വരുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട് ഫുഡിന്റെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മേളിന്ന് താഴെ ഇറങ്ങി വരുന്നു. അല്ല ലക്ഷ്മി, നീയല്ലേ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് അനീഷിനോട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് ഇവിടെ വന്നേക്കുന്നത്, ഗെയിം കളിക്കാനല്ലേ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നതൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഒരു സമയത്ത് ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു സമയത്ത് പിന്നെ ഒരു സ്റ്റാൻഡ്, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റാൻഡ് മാറ്റാന്ന് ലക്ഷ്മി നല്ലപോലെ എല്ലാരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിലൊക്കെ ലക്ഷ്മി പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട്, കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയപ്പോ ലക്ഷ്മിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരുമായിരുന്നു. അപ്പോഴേക്കും അടുത്തൊരു നെഗറ്റീവ് വന്ന്. ഇതാണ് ലക്ഷ്മിയുടെ ഒരു സ്വഭാവം. എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി, അതായത് ഈ ഡബിൾ സ്റ്റാൻഡ് കളിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ലക്ഷ്മി പുറത്തു വരും. അപ്പം നമ്മുടെ ഷാനവാസിന് കൊടുത്തതുപോലെ സീക്രട്ട് ടാസ്കിൽ 6 വോട്ട് നമുക്ക് ആദിലൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആദില ഞെട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആദിലൊക്കെ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഞെട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. 3 പേരും കൂടെ, ആദിലയും അനുമോളും പിന്നെ അതേപോലെ തന്നെ നൂറയും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. എന്നിട്ട് പുറത്തോട്ട് പോണ സമയത്താണ് ഈ ബിഗ് ബോസ് പറയുന്നത് ആദില തിരികെ വരൂ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു, ബാക്കിയുള്ളത് ഷാനവാസ് പറയുന്നു പറഞ്ഞിട്ട്. ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞ ഉടനെ ആര്യൻ വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട് നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്ക് ആദിലക്കെതിരെ പറയാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആദിലനെ പുറത്താക്കണം എന്നുള്ള ഒരു ഇന്റൻഷനും ഇല്ല എന്നുള്ള രീതിയിൽ കരഞ്ഞോണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആര്യന്റെ ആ ഒരു ജെനുനിറ്റി അവിടെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ആര്യന് ആദിലെ പുറത്താക്കണം എന്നുണ്ടായിരുന്നില്ല. ഈ ഷാനവാസ് കൺവിൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആദിന്റെ പേര് ആര്യൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായപ്പോഴേക്ക് ഷാനവാസിന്റെ ഒരു നൃത്തമുണ്ട്. ഞാൻ ഹീറോ ആണ്, ഞാനാണ് ഇവിടുത്തെ ഹീറോ, ഞാൻ വിചാരിച്ച ടാസ്ക് നടക്കും. അത് കഴിഞ്ഞ് ഇവരെന്താളും കൂടെ കെട്ടിപ്പിടിച്ചൊരു, ഇവർ രണ്ടാളല്ലേ 3 പേര്, അതായത് ആദിലയും നൂറിയും ഷാനവാസും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. അനുമോൾ അവിടെ ചെറിയൊരു പുച്ഛഭാവം കാണിക്കുന്നുണ്ട്. ആ സെയിം പുച്ഛഭാവം തന്നെയായിരുന്നു എനിക്കും തോന്നിയത്. കാരണം ഷാനവാസ് എന്തോ വലിയൊരു ഹീറോ ആയതുപോലെയാണ് ഷാനവാസ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്, ശരി, ഓക്കെ. ആ ടാസ്കിൽ നന്നായിട്ട് ഷാനവാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇടക്കിടക്ക് എടുത്ത് പറയാം, ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇവരൊക്കെ കൺവിൻസ് ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, 10 മിനിറ്റ് കൊണ്ട് എല്ലാരെയും കൺവിൻസ് ചെയ്തിട്ടില്ല. അക്ബറിന് അറിയാം ഇതൊരു ഫേക്ക് എവിക്ഷൻ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് മാത്രമാണ് അക്ബർ ആര്യനെയും
പിന്നെ അതേപോലെ തന്നെ നെവിനെ കൺവിൻസ് ചെയ്തത്. അല്ലാതെ അത് ഷാനവാസിന്റെ മിടുക്കൊണ്ടല്ല. ഷാനവാസ് ആകെ കൺവിൻസ് ചെയ്തേക്കുന്നത് സാബുമാനെയും പിന്നെ ലക്ഷ്മിനെയും മാത്രം. അപ്പൊ ഷാനവാസിനെ അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഷാനവാസിന്റെ ആവശ്യമാണ്. കാരണം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണത്. പക്ഷെ അക്ബർ അങ്ങനെയല്ല. അക്ബർ ഈ സംഭവം എല്ലാം മനസ്സിലാക്കി ഫേക്കാന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ കൺവിൻസ് ചെയ്തത്. ശരിക്കും അവിടുത്തെ സ്റ്റാർ അക്ബറാണ്. കാരണം അക്ബറിനാണ് ശരിയായ രീതിയിൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയേക്കുന്നത്. പിന്നെ അതേപോലെ ഇടക്കിടക്ക് പറയുന്ന ഷാനവാസ് പറയുന്ന ആദില് നൂറേനോട് മാത്രമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തന്നെ ഫേക്ക് അല്ല, നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നതെന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആദിലേനോട് നൂറേന്റെ അടുത്തും. അത് സൗണ്ട് കുറച്ചാ സംസാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞത് ഞാൻ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവൂല, കാരണം അക്ബർ അവിടുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവൂല, ഞാൻ മാറി നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരാന്ന് ആദിലേന്റെ അടുത്തും നൂറേന്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പൊ തിരിച്ച് ഈ പെങ്ങള് കൂട്ടി കോംബോ ഷാനവാസിന് വേണം. ശരിക്കും പറഞ്ഞാൽ ഈ കോംബോ വിട്ടുപിടിച്ചാൽ ഷാനവാസിന് പ്രത്യേകിച്ച് അവിടെ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തിരിച്ച് ഈ പെങ്ങള് കൂട്ടി കോംബോ വേണം. അതിന് കാണിച്ചൊരു ഹീറോയിസം പോലെ എനിക്ക് തോന്നിയത്. ഇതൊരിക്കലും ഹീറോയിസം ആണെന്ന് പറയാനും പറ്റത്തില്ല. ഷാനവാസിന്റെ വെറും ചീപ്പ് ഷോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ആദിലയും നൂറിയും പിന്നെ നമ്മുടെ ഷാനവാസ് സംസാരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് ലൈവില് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഇതിൽ കാണിച്ചിട്ടില്ല, മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് അക്ബർ ഇരുന്ന് പാത്രം വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഷാനവാസ് പറഞ്ഞ ഞാൻ പിന്നെ പറഞ്ഞുതരാം, നിങ്ങൾക്കെല്ലാം ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ബാക്കിയുള്ളവർക്കിട്ട് കൊട്ടാൻ വേണ്ടി പോവാം. അക്ബറിനെ അറിയാന്നുള്ള കാര്യം അവരോട് പറയുന്നുണ്ട് കേട്ടോ. അക്ബറിനെ മാത്രമേ അറിയുള്ളൂ ഇത് ഫേക്കാന്നുള്ള കാര്യം അക്ബറിന് മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും പിന്നെ നിങ്ങളെ ശരിക്കും പുറത്താക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഷാനവാസ് അവിടെ ഇവരുടെ മുമ്പിൽ വലിയ ആളാവുന്നത്. ഈ ഷാനവാസിന്റെ സീക്രട്ട് ടാസ്ക് നല്ലപോലെ എഫക്ട് ചെയ്തത് അനീഷിനാട്ടോ. കാരണം അനീഷിനെ വിളിച്ചിട്ട് സംസാരിക്കാത്തതിന്റെ പേരിൽ അനീഷിന് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട്. ഇടക്കിടക്ക് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട്, ഒന്ന് വരൂ എനിക്ക് സംസാരിക്കണം, ഒന്ന് വരൂ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഭാര്യ വിളിക്കുന്നു, പോയി സംസാരിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ചെല്ലുന്നില്ല. അപ്പൊ ചെല്ലാത്തത് കൊണ്ട് മൈജി കോർണറിലൊക്കെ ഇരുന്നിട്ട്, മൈജി കോർണറിലല്ല അനീഷിന്റെ ബെഡിൽ പോയി കിടന്നിട്ട് ബെഡിന്ന് പിന്നെ മൈക്കൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഇതേപോലെ തന്നെ ആരെയും വിശ്വസിക്കരുത്, അവരും ചതിയന്മാരാണ്, ബിഗ് ബോസ് വേണമെങ്കിൽ പുറത്ത് പോയി അന്വേഷിച്ച് നോക്കൂ, ബിഗ് ബോസ് ഉണ്ടാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നെ ആരും ചതിച്ചിട്ടില്ല, ഞാനും ആരെയും ചതിച്ചിട്ടില്ല, ബിഗ് ബോസ് പുറത്തു പോയി നോക്ക് ബിഗ് ബോസ് എന്നൊക്കെ രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോകുന്നില്ല കേട്ടോ, ആരും വിളിച്ചിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ആരും വന്നു പറഞ്ഞാൽ ശരി ഇതാ ഞാൻ വരാന്നും പറഞ്ഞ് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഷാനവാസ് ഇങ്ങനെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാവർക്കും വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ അനീഷിനും വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അനീഷ് അത് എറിഞ്ഞു കൊടുക്കുക ഷാനവാസിന്. എനിക്ക് വേണ്ട, ഞാൻ മനഃപൂർവ്വം എറിഞ്ഞത് തന്നെ, അത് പ്ലേറ്റിലോട്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇങ്ങനെ കൊടുക്കുക, ഭയങ്കരമായിട്ട് എറിയല്ല, അടുത്ത് നോക്കിട്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എനിക്ക് ഇനി ആരുടെ ഒരു ഇതും വേണ്ട, എല്ലാം ചതിയന്മാരാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് സംസാരിക്കാൻ വരാത്തത് കൊണ്ടാണ് മൈജി കോർണറിൽ ഇരുന്നിട്ട് ഇതേപോലെ അനീഷ് ഈ സംഭവം പറയുന്നത്. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അവസരവാദി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഷാനവാസിന് വേണ്ടി ചെയ്തു, എന്നിട്ടും ഷാനവാസ് ചെയ്തത് കണ്ടിട്ടെന്നുള്ള രീതിയിൽ അവിടെ മൈജി കോളറിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ്. സത്യം പറഞ്ഞപ്പോ അത് കണ്ടപ്പോ പാവം തോന്നി. പക്ഷെ എവിടേക്കോ അനീഷിന് എത്ര കാലമായിട്ട് മനസ്സിലായതാ ഇതേപോലെ തന്നെ ഷാനവാസ് കൂടെ നിന്ന് കാണിക്കുന്നത് വെറും കോംബോ പിടുത്തം മാത്രമാണ്, ഒറിജിനൽ ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ള കാര്യം പലതവണ അനീഷിന് മനസ്സിലായതാ. ഈ കഴിഞ്ഞിടക്കും കൂടെ അവർ രാവിലത്തെ ഒരു കോൺവെർസേഷൻ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നൊക്കെ ഉണ്ട്. എന്നാലെങ്കിലും അനീഷിന് മനസ്സിലാവണ്ടേ, ഇത് മനസ്സിലായിട്ടെങ്കിലും ഒന്ന് വിട്ടു നിൽക്കണ്ടേ. പിന്നെയും പിന്നെയും മറ്റേ കുഴി ചാടുന്നത് പോലെ പിന്നെയും പിന്നെയും ഷാനവാസുമായിട്ട് മിണ്ടുകയും ചെയ്യും, പിന്നെയും ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പണി കിട്ടും, പിന്നെയും ഷാനവാസുമായിട്ട് മിണ്ടും, പിന്നെയും പണി കിട്ടും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒന്നോ രണ്ടോ പണി കിട്ടുമ്പോൾ മനസ്സിലാവില്ല ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് അനീഷിന് പണി കിട്ടുന്നത്. ഇതിനു മുന്നേ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഷാനവാസ് പറയുന്ന എന്തോ ഒരു സംഭവം അക്ബർ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളെ ഷാനവാസ് അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ, എനിക്കും അക്ബറിനും മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയില്ല, അപ്പൊ അവരുടെ ഗെയിം ഞാൻ നിനക്ക് പറഞ്ഞുതരാന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ പുറത്താക്കാൻ വേണ്ടി അവര് മനഃപൂർവ്വം കാണിച്ച എന്നുള്ള രീതിയിൽ പുറത്ത് കാണിക്കുവാണ് ഷാനവാസ് ചെയ്യുന്നത്. അത് അക്ബർ കേട്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. അക്ബർ ആദിലേനോടും നൂറേനോടും അനുമോളോടും പറയുന്നുണ്ട്, പിന്നെ ആര്യൻ അറിയില്ലായിരുന്നു, പിന്നെ ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു, എന്നിട്ട് എന്നെ ബാത്റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് അൺഫെയർ അല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ആര്യൻ കരയുന്നു എന്നൊക്കെ രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അത് പറഞ്ഞത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ ആര്യനെതിരെയും ഒരിത് ഷാനവാസ് കളിച്ചേനെ. ഇനിയിപ്പം സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ലൈവ് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ എന്തൊക്കെയാ നടന്നത്, ഷാനവാസ് എന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഷാനവാസ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ
ആട്ടും തോലിട്ട ചെന്നായി ആയിട്ട് പിന്നെയും ഷാനവാസ് വരുക ചെയ്യുന്നത്. ഈ പെങ്ങളെ കുട്ടി കോംബോ പോലും ചുമ്മാ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കാണിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നിയത്. എങ്ങനെയെങ്കിലും രണ്ടുപേരെ തമ്മിൽ അടുപ്പിച്ചിട്ട് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരന് വോട്ട് കിട്ടണം. അതിനു വേണ്ടിയായിട്ട് ഓരോ ദിവസവും എങ്ങനെ ചെയ്യുക, അതായത് നമ്മൾ കളത്തിലിറങ്ങാണ്ട് മറ്റുള്ളവർ തമ്മിൽ അടുപ്പിച്ചിട്ട് എങ്ങനെ മുമ്പോട്ട് പോവാന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും ഷാനവാസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ കുറുക്കന്റെ ബുദ്ധി. പിന്നെ നൈറ്റ് ആകുമ്പോഴേക്ക് ഷാനവാസ് ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അതിൽ ലക്ഷ്മി ഇടക്കിടക്ക് ചോദിച്ചോണ്ടിരിക്കുക, സംഭവം സത്യമല്ലേ, പ്രാങ്ക് ഒന്നല്ലല്ലോ, നാളെ നോൺ വെജ് വരുന്നുള്ള കാര്യം സത്യമല്ലേ എന്നിങ്ങനെ ലക്ഷ്മി ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്. എന്താണ് ലക്ഷ്മി, കഴിഞ്ഞ ദിവസം അനീഷിനോട് അങ്ങനെയല്ലല്ലോ ലക്ഷ്മി പറഞ്ഞേ, നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതല്ല, നമ്മളുടെ ഗെയിം കളിക്കാൻ വന്നേ, അല്ലെങ്കിൽ ഫുഡിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി വന്നതല്ല, നമുക്ക് ഗെയിം ആണ് ഇത് എന്നൊക്കെ പറഞ്ഞല്ലേ വന്നേക്കുന്നത്. എന്നിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് പോയി ലക്ഷ്മി ചോദിക്കുന്നത്, ഉറപ്പല്ലേ നാളെ ഫുഡ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പല്ലേ, പ്രാങ്ക് ഒന്നല്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നെയും പോയി ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവർക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് വരുന്നുണ്ട്. പിന്നെ സാബുമാൻ അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സാബുമാൻ മാത്രമല്ല ആര്യനും എല്ലാവരും ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് പേര് പോയിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണല്ലോ, അപ്പൊ എവിക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലൈവ് കാണാൻ നിന്നില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഷാനവാസ് കൈ നനയാതെ മീൻ പിടിക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് ഗെയിം കളിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അതിന്റെ ഇടയിൽ ചുമ്മാ സിമ്പതി ഒക്കെ പിടിച്ച് കാണിക്കുന്നതൊക്കെ അയാളുടെ വെറും അഭിനയം മാത്രം. അങ്ങനെയെങ്കിലും സിമ്പതി പുറത്തു പോയിട്ട് വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ ഗൈസ്.